ഹലോ അമ്മേ, എനിക്ക് ജോലി കിട്ടി. ഇന്ന് എൻ്റെ വകയായിട്ട ചെലവ്. എനിക്ക് ജോലി കിട്ടി. ശരി, ഞാൻ രാകേഷിനെ വിളിക്കട്ടെ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യം ഞാൻ നേടി. അടുത്ത നിന്റെ ലക്ഷ്യം വീട്, 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 വീട്. എടാ മോനെ, നമുക്ക് 2 നില വീട് കുറഞ്ഞുള്ള വീടൊന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും 2 നില വീടാ. 3000 സ്ക്വയർ ഫീറ്റ് കുറവുള്ള വീട് നമുക്ക് വേണ്ട കേട്ടോ. നമ്മുടെ കുടുംബത്തിന് ഇതൊന്നും ചേർന്നതല്ല. 2 നിലയൊക്കെ പണിഞ്ഞവരുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്നറിയാവോ? ഒരാവേശത്തിന്റെ പുറത്ത് ഷോ ഓഫ് കാണിക്കാൻ 2 നില അങ്ങ് പണി. ഒരു പ്രായം കഴിയുമ്പോൾ മുട്ടുവേദന കാരണം ഒറ്റ എണ്ണത്തിന് സ്റ്റെപ്പ് കയറാൻ പോലും പോയി. അതിന്റെ പേരിലാണ് ഒറ്റ എണ്ണം മണ്ടയ്ക്കോട്ട് കയറത്തുമില്ല. പൊടി പിടിച്ച് നാശമായി. എന്തിനാ 2 നില പണിയുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. 1 നില മതി, ഇച്ചിരി വലുതായിട്ട് പണിയാ. ആധാരം, പിന്നാധാരം, ആധാരം, കരടച്ച രസീതും വാഹനം. കഴിഞ്ഞ തവണ തൻ്റെ വീട്ടിലെ പച്ചക്കറി മേടിച്ചില്ലായിരുന്നു, അതിൻ്റെ രസീത് എന്ത് ചെയ്യും? കാണുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന ബസ്സിൻ്റെ ടിക്കറ്റും കാണുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യണ്ടേ? ലോണിന് എന്തിനാണ് സാർ? തനിക്ക് തിരിച്ചടക്കാനുള്ള ആസ്തി ഉണ്ടോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യണ്ടായോ? അപ്പോൾ ആ പേപ്പർ എന്ത്? ദൃശ്യത്തിൽ ജോർജ് കുട്ടി ബില്ല് എടുക്കുന്നതിൻ്റെ കൂട്ടി ഈ ബില്ല് മൊത്തം എനിക്കിവിടെ വേണം. എനിക്ക് ലോണ് വേണ്ട. നിന്റെ ലക്ഷ്യം വീട്, 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 മറക്കരുത്. നാളെ രാവിലെ കൊണ്ടുവരും. ആളെ ഇവിടെ ഇവിടെ തനിക്ക് സിവിൽ സ്കോർ കുറവാണെന്നുണ്ടെങ്കില്ല ഏതെങ്കിലും സിവിൽ എഞ്ചിനീയറെ കൊണ്ട് ഒപ്പിടിച്ചോണ്ട് വരണം. ഇതിൻ്റെ അതിലൊന്നും കാണുന്ന പോലും ഇല്ല. പുല്ല്. ഈ അമ്മൂമ്മ മുറുക്കാൻ മേടിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യേ? ഇതിന്റെ അകത്ത് കാക്കി ചൂപ്പ് എന്ത് ചെയ്യേ? ഇത് തെളിവല്ല. എടുത്തോണ്ട് പോ. ഓ മൈ ഗോഡ്, തന്റെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ടല്ലോ. ഇവിടെ ലോണില്ല. അല്ല, പൈസ ഇല്ലാത്ത തൊഴിലുറപ്പിന് പോകുന്നേ. തൊഴിലുറപ്പിന് പോകുന്നവർക്ക് ഇവിടെ ലോണില്ല. ഈ ബാങ്ക് അങ്ങനെ കൊടുക്കത്തില്ല. അമ്മൂമ്മ ജോലിക്ക് പോകത്തിന് സർട്ടിഫിക്കറ്റ്, അപ്പവും പോകത്തിന് സർട്ടിഫിക്കറ്റ്, അച്ഛൻ പോകത്തിന് സർട്ടിഫിക്കറ്റ്, അമ്മ പോകത്തിന് സർട്ടിഫിക്കറ്റ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആരും ജോലിക്ക് പോകുന്നില്ല അല്ലേ? അപ്പൊ ഇവിടുത്തെ ലോണ് വേറെ ആരെങ്കിലും വന്ന് അടയ്ക്കോ? നീ എങ്ങനെ ചത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആരടയ്ക്കണ ലോണ്? ലോണാണോ പ്രശ്നം? മാനേജർ എൻ്റെ കൂട്ടുകാരനാ. ഞാൻ സംസാരിച്ച് ക്ലിയർ ആക്കി തരട്ടെ. നടക്കൂ. നല്ല മണ്ണാണല്ലേ? വെറും പാഴ് മണ്ണ. ആ വഴി കണ്ടോ? ആ വഴി കൂടെ നെഗറ്റീവ് എനർജി ഒഴുകുന്നത് വന്നു ചേരുന്നതോ നിന്റെ വസ്തുവില് കോണം പിടിക്കത്തില്ല. ഇത്രയും നാള് നീയൊക്കെ ജീവനോട് ഇരുന്നു എന്ന് പറയുന്നത് തന്നെ അതിശയം. വസ്തു അറിവില്ല. അച്ഛൻ്റെ പേര്? പുള്ളി ജീവനോടുണ്ടോ? ഉണ്ട്. ഭാഗ്യം, ദൈവത്തെ സ്തുതിച്ചോ. അല്ല, അപ്പൊ ഇവിടെ വീട് വെക്കാൻ? ഇതുപോലൊരു കൊണം കെട്ട വസ്തു എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വീട് വെക്കാൻ സമ്മതിക്കത്തില്ല. 1000 രൂപ മടക്കി പോക്കറ്റ് വെച്ച് കൊടുത്താൽ മതി, എല്ലാം ശരിയാവും. തിരുമേനി, ഇത് വെച്ചു. കൊള്ളാം, നല്ല വസ്തു, വീട് വെക്കാൻ പറ്റിയ സ്ഥലം. അല്ല, അപ്പൊ ശമ്പിൾ ദോഷം ഉണ്ടെന്ന്? ശമ്പളവും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. നല്ല സ്ഥലമാണ്. ചെറിയ ചെറിയ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്ഥലം വേറെ കിട്ടാനില്ല. കണ്ണായ സ്ഥലം. എത്രയും പെട്ടെന്ന് വീട് വെച്ചു. തിരുമേനി ഇടയ്ക്കിടെ കാണാൻ മറക്കണ്ട കേട്ടോ. നല്ലതേ വരൂ. നല്ല സ്ഥലം. അല്ല, അപ്പൊ നെഗറ്റീവ് എനർജിയോ? നെഗറ്റീവ് എനർജിയോ ഈ കാലത്തോ? തലക്കോളമാണോ കുട്ടിയെ? വീട് വെച്ച് താമസിക്കാൻ നോക്ക്. തിരുമേനി ഇടയ്ക്കിടയ്ക്ക് കാണാൻ മറക്കണ്ട കേട്ടോ. എപ്പോഴും സാറേ, വാനം എല്ലാം എടുത്തു കഴിഞ്ഞ് നമുക്ക് ഫൗണ്ടേഷനുള്ള പരിപാടി തുടങ്ങിയാലോ? കുഴപ്പമൊന്നുമില്ലേ? ഒരു കുഴപ്പമില്ല. കല്ലിട്ടാ പോവാ? ആ കല്ലിട്ട് തന്നെ. ആ പാറക്കല്ല് ഇറക്കട്ടെ? ഇറക്കൂ. ഞാൻ വിളിച്ചറിഞ്ഞ് ഇറക്കട്ടെ. തുടങ്ങട്ടെ? തുടങ്ങി. ഓക്കെ, ശരി. കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. അതെ, ഇത് പൊയ്കേരിയ. നമുക്ക് കുട്ടിപ്പില്ലറിൽ അങ്ങ് പൊക്കിയാ പോരായോ? നിങ്ങളാ? അത് റിസ്ക് ആണോ? യോ, പാർക്കല്ലുണ്ടാ? അതെന്താ സാറേ? കുട്ടി പില്ലർ കയറ്റിയാൽ മതി. പറഞ്ഞ കേട്ടാ മതി. കഴയെടുത്ത് മാറ്റി വെക്ക്. സാറേ, ഒരു പ്രശ്നമുണ്ട്. കിണർ വെട്ടുകാർ വരത്തില്ല. നമ്മുടെ കിണർ വെട്ടിക്കൊണ്ടിരുന്ന അടിയിലേ മൊത്തം പാറയാ. അത് അവന്മാർക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര റിസ്ക് ആണെന്നാണ് പറയുന്നത്. പിന്നെന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ചേട്ടന്മാരുടെ 2 മക്കളുണ്ട്. അവന്മാർ പൊട്ടിച്ചേരാന്നാണ് പറഞ്ഞത്. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. ഡബിളാന്നാണ് പറയുന്നത്. 994688
08 മൺവെട്ടി ഷാജി പാതി റേറ്റ് ചെയ്ത് തരും. സാറേ പെട്ടെന്ന് പറയാം, അമ്മമാർക്ക് വേറെ പണിയുള്ളതാ. മൺവെട്ടി ഷാജി നമ്പരേ ഞാൻ തരാം, വിളിച്ചു കൊഴിപ്പിക്കും. സാറേ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഒന്നും ആലോചിക്കില്ല, മൺവെട്ടി ഷാജി മതി. മണല് വന്നാ മണല് കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇറക്കിക്കോ. അയ്യോ അതിറക്കല്ലേ, ആ നിങ്ങൾ വീണ്ടും വന്നാ? ആ മണൽ ഇറക്കല്ലേ, അത് കടൽ മണ്ണ് മിക്സാ, പശപ്പ് കുറയും. മണല് വേണ്ട, നിങ്ങൾ പൊക്കോ. ചുമ്മാ മെനക്കെടുത്താനായിട്ട് പറ്റിക്കാൻ ഇറങ്ങിക്കോല്ലേ. ചേട്ടിങ് വന്നേ. സത്യം പറഞ്ഞാല് എല്ലായിടത്തും നമ്മുടെ ഒരു കണ്ണു വേണം അല്ലേ? പിന്നെ അടിക്കാൻ പോകുന്ന പെയിന്റ് വരെ നമ്മൾ നോക്കിയേ വാങ്ങാവൂ. ഏറ്റവും നല്ല പെയിന്റ് ഏതാ? ഒറ്റ പേരേ ഉള്ളൂ, ഡോക്ടർ ഫിക്സിറ്റ് റെയിൻ കോട്ട് സ്റ്റാർ. അതെന്താ? ഇത് പെയിന്റിന്റെ ഗുണങ്ങൾ മാത്രമല്ല തരുന്നത്, സുപ്പീരിയർ വാട്ടർ പ്രൂഫിംഗും തരും. അല്ല അപ്പൊ ഈ പെയിന്റർമാര് എക്സ്ട്രാ വെള്ളമൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചീറ്റ് ചെയ്താലോ? അപ്പൊ പെയിന്റ് ക്വാളിറ്റി കുറയത്തില്ലേ? വെള്ളമായിട്ട് കറക്റ്റ് റേഷ്യോയില് പ്രീമിക്സ്ഡ് ആയിട്ടാ വരുന്നത്, അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പറ്റിക്കത്തില്ല. അല്ല അപ്പൊ ഇതിന്റെ ഈ ഡ്യൂറബിലിറ്റി വാറന്റി ഒക്കെ എങ്ങനെ? ഡോക്ടർ ഫിക്സിറ്റിന്റെ റെയിൻ കോട്ട് സ്റ്റാർ 7 വർഷത്തെ വാറന്റിയാ തരുന്നത്, പെയിന്റിനും വാട്ടർ പ്രൂഫിങ്ങിനും. വേറൊരു സാധാരണ പെയിന്റും ഇത് കൊടുക്കുന്നില്ല. 7 വർഷോ? ആ അപ്പൊ എന്റെ വീടിന്റെ പ്രൊട്ടക്ഷന് ഗ്യാരണ്ടി ആയി. അല്ല ഇവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് നല്ല കനത്ത മഴ ഉണ്ടാവുന്ന, അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിനുണ്ടോ? ഉണ്ടോന്നോ? ഇത് 100% വാട്ടർ പ്രൂഫ് ആണ്. കൂടാതെ സുപ്പീരിയർ എക്സ്റ്റീരിയർ വാൾ കോട്ടിംഗ് സൊല്യൂഷൻ, അത് നമുക്ക് 2-in-1 ബെനിഫിറ്റ്, അതായത് ഹൈഷീൻ പെയിന്റും വാട്ടർ പ്രൂഫിംഗും നൽകും. ഈ പെയിന്റ് വെച്ചിട്ട് പെയിന്റിംഗ് വർക്കൊക്കെ 33% പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പൊ ഇത് മതി. മതി. വാട്ടർ പ്രൂഫിങ്, ആ. പ്രീമിക്സ്ഡ്, 7 വർഷത്തെ വാറന്റി, 33% പെട്ടെന്ന് ജോലി തീരും. അതെ, ഡ്രമ്മിൽ വെള്ളം ചേർക്കരുത്, എന്നാലേ നമുക്ക് 200% പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. ഒന്ന് പ്രൂവ് ചെയ്യാവോ? പിന്നെന്താ, വന്നാട്ടെ. ഒരു കാർഡ് ബോർഡിൽ നമുക്ക് നോർമൽ പെയിന്റും ഒരു കാർഡ് ബോർഡിൽ ഡോക്ടർ ഫിക്സിറ്റിന്റെ റെയിൻ കോട്ട് സ്റ്റാർ നമുക്ക് അടിച്ചു നോക്കാം. ആദ്യമേ നമുക്ക് ഡോക്ടർ ഫിക്സിറ്റിന്റെ പ്രൈമോ വൈറ്റ് അടിക്കാം. ഇത് നമുക്ക് 50% വെള്ളം ചേർക്കണം. ഇതിന് ശേഷമേ നമുക്ക് 2 കോട്ട് റെയിൻ കോട്ട് സ്റ്റാർ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാം. അത് നോർമൽ പെയിന്റ്, ഇത് ഡോക്ടർ ഫിക്സിറ്റിന്റെ റെയിൻ കോട്ട് സ്റ്റാറാ. ഇനി നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്താലേ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ എന്റെ വീഡിയോന് സെറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവോ? നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെ പാല് കാച്ച് കഴിഞ്ഞു. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. 50,000 രൂപ ശമ്പളമുള്ള ഞാൻ 40,000 രൂപ ഒരു മാസം ലോൺ അടയ്ക്കുന്നു. ഈ 10,000 രൂപ വെച്ചിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? അതങ്ങ് ജീവിച്ചു പോയിരിക്കില്ലേ? എന്തായാലും വീടായല്ലോ. അങ്ങനെ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യം കഴിഞ്ഞു. അടുത്ത നിന്റെ ലക്ഷ്യം പെണ്ണ്, പെണ്ണ്, പെണ്ണ്. പെണ്ണോ? മോനെ, പെണ്ണ് കാണാൻ റെഡി ആയില്ലേ? വാ, സമയായി. എടാ പെണ്ണ് വീട്ടുകാരെ അവിടെ വെയിറ്റ് ചെയ്യാന്ന്, പെട്ടെന്ന് വാ, സമയമില്ല. എന്റെ മോനെ കുറിച്ച് പറയാലോ, ഇത്രയും തങ്കപ്പെട്ട ചെറുക്കൻ ആ നാട്ടിൽ വേറെയില്ല. നിങ്ങൾ അന്വേഷിച്ചു നോക്കും, നിങ്ങളുടെ മോടെ ഭാഗ്യമായിരിക്കും അവനെ കിട്ടുന്നത്. നമുക്കിത് ഉറപ്പിച്ചാലോ? സംഭവം ശരിയാ, പക്ഷെ എനിക്കങ്ങോട്ട് ഈ ബന്ധം നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് ശരിയാവത്തില്ല. ആര് പറഞ്ഞു? പയ്യന്റെ ജോലി, പയ്യൻ വെച്ച വീട് കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു ജോലി നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മോക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും നല്ല ബന്ധം, നല്ല ബന്ധം, നല്ല ബന്ധം, നല്ല ബന്ധം. ഓക്കെ, വി ആർ കൺവിൻസ്ഡ്. അപ്പൊ എങ്ങനെ ബാക്കി കാര്യങ്ങളോ? എന്തായാലും ഡോക്ടർ ഫിക്സിന്റെ റെയിൻ കോട്ട് സ്റ്റാർ പൊളിച്ച്. പിന്നല്ലേ, വീട് അടിപൊളിയായി. അല്ല ശരിക്കും നിങ്ങളുടെ ജോലി എന്താ? ഞാനൊരു ചെറിയ കോൺട്രാക്ടറാ. ഇത് കോൺട്രാക്ടർ. നിങ്ങൾ ആള് കൊള്ളാലോ. പിന്നല്ലേ, ഒരു ഹൗസിംഗ് ലോണിന് വേണ്ടി എത്ര വട്ടം കയറി ഇറങ്ങി, ഇതുവരെ ഒന്നും ആയില്ല. ഞാൻ ശരിയാക്കി തരണോ? എന്തുവാ ദേവദൂതനോ?